റോമൻസ് ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു ടേമുണ്ട്, വെയിൻ ഇമാജിനേഷൻസ് എന്ന് പറയുന്നത്. അതായത് ക്രിയേഷൻ എന്ന് പറയുന്നത് ക്രിയേറ്ററിനെ വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പം വിസിബിളായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇൻവിസിബിളായിട്ടുള്ള ദൈവത്തിൻ്റെ മഹത്വം കാണിക്കുന്നുണ്ട്. അപ്പം പലരും ദൈവം ഇല്ല എന്ന് പറയുമ്പോഴാണെങ്കിൽ പോലും ദേ ആർ വിതൗട്ട് എക്സ്ക്യൂസ്. അവർക്ക് കാര്യം ഇറ്റ് ഈസ് വിസിബിൾ, ദൈവത്തിൻ്റെ മഹത്വം വിസിബിളാണ്. പക്ഷെ അങ്ങനെ വിസിബിളായിട്ട് പോലും, അങ്ങനെ വെളിപ്പെടുത്തി കൊടുത്തിട്ട് പോലും ദേ ആക്ച്വലി ഡിഡ് നോട്ട് ഗ്ലോറിഫൈ ഗോഡ്. ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ല. നെയ്തർ ദേ വർ താങ്ക്ഫുൾ, നന്ദി കെട്ടവരായിട്ട് മാറുകയും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ അവർ ദൈവത്തെ വേണ്ടെന്ന് അവർ തന്നെ തീരുമാനിക്കുമ്പോഴത്തേക്ക് ദൈവവും തിരിച്ച് അവരുടെ ആ ഡിസയറിന് വിട്ടുകൊടുക്കുക ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ആദ്യത്തെ ഒരു കാര്യം പറഞ്ഞേക്കെന്ന് പറയുന്നത് അത് ഇമാജിനേഷൻസ് ബിക്കെയിം വെയിൻ എന്ന് പറയുന്നുണ്ട്. വെയിൻ ഇമാജിനേഷൻസ്. അതിൽ ഈ വെയിൻ എന്ന് പറയുന്നത് അൺപ്രൊഡക്റ്റീവ്, ഒരു ഫലമില്ലാത്ത അൺഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള കാര്യത്തിന് വെയിൻ എന്ന് പറയുന്നത്. ഇനി ഇമാജിനേഷൻസ് എന്ന് പറയുന്നത് സെൽഫ് ടോക്കിൻ്റെ കാര്യം. ഡയലോഗിസ്മോസ് എന്ന് പറഞ്ഞൊരു വാക്കവിടെ പറഞ്ഞേക്കാം, ഡയലോഗിസ്മോസ്. അപ്പോൾ ഇൻറ്റേർണൽ സെൽഫ് ടോക്ക്, നമ്മളാണെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ പല സമയത്തും നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് തന്നെ അറിയാം, നമുക്കൊരു അൺഈസിനെസ്സും കാര്യങ്ങളും, പിന്നെ അത് ഡിസീസായിട്ട് മാറുകയും പിന്നീട് നമ്മുടെ എക്സ്റ്റേണലി ആണെങ്കിലും നമ്മുടെ പ്രവൃത്തികളെ എല്ലാം തന്നെ അത് എഫക്റ്റ് ചെയ്യുന്ന, ആ പെർഫോമൻസിനെ എല്ലാം എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ അത് മാറാറുണ്ട്. അപ്പം അവിടെ പറഞ്ഞേക്കുന്ന ആ വെയിൻ ഇമാജിനേഷൻസിൻ്റെ കാര്യം. അപ്പം ഫ്രൂട്ട്ലെസ് ആയിട്ടുള്ള ഫലമില്ലാത്ത സെൽഫ് ടോക്ക്. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഫലമുള്ള രീതിയിലാണെങ്കിലും സെൽഫ് ടോക്ക് ഉണ്ട്. ഓക്കെ, ഫലമുള്ള രീതിയിൽ. ഇപ്പം അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ശരിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞു, വിമൻ വിത്ത് ഇഷ്യൂ ഓഫ് ബ്ലഡ്, ബ്ലീഡിങ് ഉണ്ടായിരുന്ന ആ വിമൻ, അവർക്ക് ഹീലിംഗ് കിട്ടിയപ്പോഴത്തേക്ക് അതിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നേരത്തെ നമ്മൾ പറഞ്ഞു, കർത്താവ് പോലും അവരോട് പറഞ്ഞത് നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. യുവർ ഫെയ്ത്ത് ഹാസ് മെയ്ഡ് യു ഹോൾ. അതായത് ദൈവത്തിൻ്റെ പവർ അവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ her touch of faith actually connected with that power. അപ്പോൾ ആ ഫെയ്ത്തിൻ്റെ ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് ഷീ സെഡ് വിതിൻ ഹെർസെൽഫ് എന്ന്, അവരുള്ളിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നുള്ള, ഞാൻ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ എനിക്ക് സൗഖ്യം വരുമെന്നുള്ളത് അവർ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയും, അപ്പോൾ അവർ 12 വർഷമുള്ളൊരു പ്രോബ്ലം അത് കംപ്ലീറ്റ്ലി മാറിയതായിട്ട് അവർ ഉള്ളിൽ പറയുകയും കാണുകയും ചെയ്തുകൊണ്ടേയിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇവിടെ അഗെയിൻ ഒരു വെയിൻ ഇമാജിനേഷൻസിന് പകരം കർത്താവിനെ പറ്റി കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ പുത്രനാണ് കർത്താവ് എന്നുള്ളതൊക്കെ വിശ്വസിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും, അപ്പം അങ്ങനെ ഉള്ളപ്പോഴത്തേക്ക് അതൊരു പ്രൊഡക്റ്റീവ് ഇമാജിനേഷനായിട്ട് മാറും. വെയിൻ എന്നുള്ളതല്ല, പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ഇമാജിനേഷൻ. അപ്പോൾ ഇത് തന്നെ സങ്കീർത്തനങ്ങൾ 1 പോലും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുകയും അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ എഗെയിൻ ആ ധ്യാനം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഡീപ്പായിട്ട് പലപ്പോഴും തിങ്ക് ചെയ്യാറുള്ളൂ. വചനം വായിക്കുമ്പോഴോ കേൾക്കുമ്പോഴോ എല്ലാം തന്നെ നമ്മൾ കേൾക്കുന്നു, നമ്മൾ ഒന്ന് ആഴത്തിലത് ചിന്തിക്കുന്നില്ല. അപ്പം ആ ആഴത്തിലുള്ള ആ ധ്യാനം എന്ന് പറയുന്നത് അങ്ങനെ ധ്യാനിക്കുമ്പോഴത്തേക്ക്, വചനപ്രകാരം ധ്യാനിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ അവൻ ചെയ്യുന്നതൊക്കെയും പ്രോസ്പർ ചെയ്യുമെന്ന്. വാട്ട്സോഎവർ ഹി ഡുവത്ത് ഷാൽ പ്രോസ്പർ. എല്ലാ കാര്യങ്ങൾക്കും ഒരു ബ്ലെസ്സഡ്നെസ് ഉണ്ടാവും. ഇത് തന്നെ ജോഷുവ 1 പറയുന്നുണ്ട്. നിൻ്റെ ഈ വചനം എന്നുള്ളത്, ന്യായപ്രമാണം എന്നുള്ളത് നിൻ്റെ വായിൽ നിന്ന് മാറിപ്പോരുത്, നീ അത് ഇടപെടാതെ ധ്യാനിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എഗെയിൻ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഒന്ന് വെയിൻ ഇമാജിനേഷൻസ് ഉണ്ട്, ഫ്രൂട്ട്ലെസ് ആയിട്ടുള്ള സെൽഫ് ടോക്കുണ്ട്. നമ്മളകത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമ്മളെ നശിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് അത് പോകും. അതിന് പകരം നേരെ നശിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പോലും ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിൽ നിന്ന് മാറിയത് ആ ഒരു മാർഗം എന്ന് പറയുന്നത് പ്രൊഡക്റ്റീവായിട്ട് ആ ഡയലോഗിസ്മോസ് സെൽഫ് ടോക്ക് ഉപയോഗിക്കുമ്പോൾ. ഓക്കെ, അത് സബ്ജക്റ്റ് ടു ഗോഡ്സ് വേർഡ്. ഒത്തിരി ബ്ലെസ്സിങ്സ് ഉണ്ടാകട്ടെ. താങ്ക് യു.